താങ്കളുടെ വാക്കുകൾ കേൾക്കാനായി പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്റർവ്യൂ. അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയില് നമ്മള് നട്ടാറ് ഉച്ചക്കാണ് തുണി തോരിടാൻ വേണ്ടിയിട്ട് ടെറസും പുറത്ത് കയറി കേട്ടോ. മിക്കവാറും കുറച്ചു നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നല്ല മുരിങ്ങ കൊണ്ടാട്ടായി മാറും. അല്ല എങ്ങനെയാണ് പാട്ട്? ഞാൻ രശ്മിയാണേ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മുടെ ആദ്യം ടൂർ പോകുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചും കൊണ്ട് 1-2 വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ടൂർ കഴിഞ്ഞ് വന്നതിൻ്റെ ഭാഗമായിട്ട് തിരുമ്പാൻ ഒരു കുണ്ടമ്പറ തുണികളും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി മെഷീനിൽ തിരുമ്പി വെച്ച കുറച്ച് തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് പുറത്ത് തോരിടുകയും ചെയ്യാം. എന്നിട്ട് അവൻ കൊടുന്ന കുറച്ച് തുണികൾ മെഷീനിലിടണം, ബാക്കി കുറച്ച് പുറത്ത് തന്നെ തിരുമ്പിയെടുക്കണം. കുറച്ച് നല്ല തുണികളൊന്നും ഞാൻ മെഷീനിൽ അങ്ങനെ ഇടാറില്ല. പക്ഷെ ടെറസിൻ്റെ പുറത്ത് മാരി വെയിലിച്ചാൽ മാരി വെയിലാണ്. അപ്പം ഞാൻ മക്കനയുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കനിടാത്ത ഹിന്ദു കുട്ടികൾ ഉണ്ടാവുമോ അല്ലേ? എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെറുതിലെ കളിക്കുമ്പോൾ ഷാളും വെച്ച് സാരിയാക്കും, ചിലപ്പോഴൊക്കെ അതിങ്ങനെ തലയിൽ ഇട്ട് മക്കനെയൊക്കെ ആക്കി കളിക്കും അല്ലേ. ഞാനങ്ങനെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. എനിക്ക് മക്കനിടാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെയൊക്കെ ചെറുതിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ മുസ്ലിം കുട്ടികളാണ് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഓരുടെ മക്കനെയൊക്കെ എടുത്തിട്ട് എൻ്റെ തലയിലിടുവേ. അതുപോലെ എൻ്റെ നെറ്റിയിലെ പൊട്ടൊക്കെ എടുത്തിട്ട് ഓര് തൊടും. ഇതൊന്നും വീട്ടുകാരറിയില്ലല്ലോ, നമുക്ക് എന്തും മതം വെച്ചിട്ടുണ്ടോ, നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറാണ്. അങ്ങനെയാണല്ലോ സുഹൃത്തുക്കൾ. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അരിശമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും വലിയ മതഭ്രാന്തൊന്നും ഇല്ലാത്തവരാവുന്നത് കൊണ്ട് തന്നെ നമുക്കതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് മക്കനെയൊക്കെ ഉപയോഗിക്കാം അല്ലേ. രാവിലെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നേക്ക് ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാം, ആദ്യം ഒന്ന് എൻ്റെ ബാത്റൂമിൽ പോകണമെന്ന്, ഞാൻ അവിടെ പോയി സമാധാനമായി വിശ്രമിച്ച് കുളിച്ചിങ്ങോട്ട് വരാമെന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എവിടെയൊക്കെ പോയാലും ആ വക കാര്യങ്ങൾക്ക് നമ്മളെ വീട്ടിൽ വന്നാലാണ് മൊത്തത്തിലൊരു തൃപ്തിയാവുള്ളൂ. പിന്നെ ഫ്രഷായി വന്ന് ടിഫിനൊക്കെ കഴിച്ചു. പിന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് സ്റ്റോറി സ്റ്റാറ്റസും ആക്കണം, അതായിരുന്നു തിരക്ക്. ഇനിയിപ്പോൾ ടൂർ പോകുമ്പോൾ അടുത്ത ഫോട്ടോസ് മൊത്തം സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, അങ്ങനെ തീർക്കണം. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഓരോ സ്റ്റോറി ഇടുമ്പോഴും സ്റ്റാറ്റസ് ഇടുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കേണ്ട പാട്ട് ഏതാണെന്ന് ഞാൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താലും ഞാൻ ഒന്ന് പറയണം നല്ല മാച്ചാണ്. അതുവരേക്കും ഉണ്ടെങ്കിൽ ശല്യം ചെയ്യും കേട്ടോ. ടൂർ പോയി വന്നിട്ട് അമ്മയ്ക്ക് തിരുമ്പാൻ വേണ്ടി ഈ ഒരു ബാഗ് നിറച്ച തുണികളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മെഷീനിൽ ഇടാൻ പറ്റൂലല്ലോ, ഒക്കെ പുറത്ത് കല്ലിൽ തന്നെ തിരുമ്പണം. ഒക്കെ നല്ല ഡ്രസ്സുകളല്ലേ. പിന്നേക്ക് കൊണ്ടുവന്നത് അന്നൊന്നര സംഭവമാണ് കേട്ടോ. അച്ഛനോടൊന്ന് കാണിക്കേ. ടയനൊക്കെ പാടെ അടിച്ച് കയറി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലോട്ട് അച്ചൂസിന്റെ ആണ് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ, അച്ചുട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പം വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പം ഇവിടെ രാവിലെ എത്ര മണിക്ക് എത്തി? 10 മണിക്കല്ലേ എത്തിയപ്പോ തുടങ്ങിയ കളിയാണ്. പാട്ട് പാടുക ഇങ്ങനെയൊക്കെ ചെയ്യുവാറില്ലോ. അനിയന്മാർക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഈ ഒരു പെട്ടിയിൽ വെച്ചിട്ട് ഓൻ വരുമ്പോഴല്ലേ തുറക്കാൻ പാടുള്ളൂ. വരുമ്പോഴത്തെ ഇതുകൊണ്ട് കളിക്കുകയായിരുന്നു. പിന്നെ എന്താ ടൂറ് പോയ വിശേഷങ്ങൾ പറയൂ സാർ, പറയൂ. മൈസൂരിൽ പോയിട്ട് അവൻ മൈസൂരത്തെ സ്പെഷ്യലായിട്ടുള്ള മൈസൂർ കേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് പകരം വേറൊരു സ്വീറ്റ്സ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അച്ചയ്ക്കാണ് അത്ര കേട്ടോ. പിന്നെ അച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പെന്നാണ്, നീളം കൂടിയ ഒരു പെന്ന്. അച്ചയുടെ ഓട്ടത്തിൻ്റെയൊക്കെ പൈസ കിട്ടിയതും കിട്ടാത്തതും കടവും വരവും ചിലവും എല്ലാം കുത്തിക്കുറിക്കാനായിട്ട് നീളം കൂടിയ ഒരു പെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയെന്ന് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇനി വല്ല വ്ളോഗിലും അത് കിട്ടുമ്പോൾ കാണിക്കേ. ഇതിന്റെ അല്ലേ ടൂർ നല്ലൊരു ടൂറായിരുന്നു. ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത സൂപ്പർ ടൂറായിരുന്നു. 10ാം ക്ലാസ് ടൂറാണോ ഈ ടൂറാണോ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഈ ടൂറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഭക്ഷണം സൂപ്പർ ആയിരുന്നു, പക്ഷെ വയറുനോക്ക് പിടിച്ചു. അതാണ് ഉണ്ടായത് കേട്ടോ. ടൂറിനൊക്കെ വല്ലാണ്ട് പൊലിച്ചു പോയിട്ട് നമ്മൾ മേടിച്ച ഗുളികകളൊക്കെ ഉപകാരപ്പെട്ടു. കാരണം ലൂസ് മോഷന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെന്നല്ലേ ഉണ്ടായത്, ഫുഡ് ചതിച്ചു. ചെന്നന്ന് വയറിന് ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൻ അപ്പം തന്നെ ലൂസ് മോഷന്റെ ഗുളിക കുടിച്ചത്ര.
ഫസ്റ്റ് ഡേ അവനാണ് പ്രശ്നം ഉണ്ടായതെങ്കിലും സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തിപ്പിടിക്കും അല്ലേ? അവനൊക്കെ ഈ ഫ്രണ്ട്സിന് മൊത്തം ലൂസ് മോഷനും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ടൂറെല്ലാം കഴിഞ്ഞ് നല്ല ടാനൊക്കെ അടിച്ച് ക്ഷീണിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് തൈരൊക്കെ വെച്ചിട്ട് ഞങ്ങളത് ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഈ ടാനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലേ? 2 ദിവസം കൊണ്ടോ? 2 ദിവസം കൊണ്ട് മൂപ്പർക്ക് ഒരുപാട് അങ്ങ് മീശയൊക്കെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത് കേട്ടോ. ഞാൻ പിന്നെ ശരി തന്നെ വളർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. അച്ചു വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്നവരത്തേക്കും മൈക്കൊണ്ടുള്ള കളി നടക്കുകയായിരുന്നു. യൂട്യൂബ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തതായി അമ്മ ഒരു പാട്ട് പാടുന്നതാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്താലോ? പാട്ട് പാടിയാലോ? നമുക്ക് അച്ചുട്ട വന്നിട്ട് അച്ചുട്ടനെയും കൊണ്ട് പാട്ട് പാടിക്കാട്ടോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ഫോണില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ്. എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക്? പുതിയ ലിപ്സ്റ്റിക് ആണേ, നല്ല ലൈറ്റ് കളർ. ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ പുതിയതല്ല, പഴയ ലിപ്സ്റ്റിക് പൗഡർ കൂട്ടിട്ടാ. അത്രയ്ക്ക് ടൂർ പോയ വിശേഷം ഞാൻ പറഞ്ഞില്ലേ? രാവിലെ തൊട്ട് ഇതുകൊണ്ട് കളിയുണ്ട് ചെക്കന് പരിപാടി. പക്ഷെ വന്നെനിക്ക് എന്താ പറഞ്ഞറിയാം, അമ്മ തിന്നാൻ എന്തേലും എന്താ അമ്മ തിന്നാൻ കിട്ടാത്ത ഓരോ മാരിയായിരുന്നു. വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാനിട്ടേ പുറത്ത് പോയിട്ട് ഇപ്പൊ അവനാകെ ഇഷ്ടപ്പെടാഞ്ഞത് ഫുഡാണ് അല്ലേ? ഫുഡും പിന്നെ ആ ഒരു സ്ഥലത്തെ സ്മെല്ലും. മൈസൂരത്തെ സ്മെല്ല് അവന് താങ്ങിയില്ല എന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ബാംഗ്ലൂരത്തെ സ്മെല്ല് മൈസൂരത്തെ ബാംഗ്ലൂരത്തെ രണ്ടും. അത് എന്താ ഈ റോഡ് കൂടെ നടക്കൊണ്ടിരിക്കും, റോഡ് വക്കിന് നടക്കൊണ്ടിരിക്കും. സിറ്റിയിലൊക്കെ അങ്ങനത്തെ സ്മെല്ലുണ്ട്, ബാഡ് സ്മെല്ല. സിറ്റിയില് സിറ്റിയിൽ കേറില്ലേ? അപ്പൊ നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണമാരിനെ ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയാൻ കേട്ടോ. നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പറ്റുന്ന മാതിരി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. ഒന്ന് കൊണ്ടുപോയിക്കാതൊക്കെ അവിടെ. താങ്കളുടെ വാക്കുകൾ കേൾക്കാനായി പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്റർവ്യൂ. അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയില് നമ്മള് ഇതിലെന്തോ ഒരു കുട്ടിയാണ് സൗണ്ട് വരുന്നത്, അത് പറ്റൂല. ഞാനിപ്പോ ഒരു പാട്ടൊക്കെ പാടാൻ ഓർത്തയാണ്. ചെക്കൻ അതെല്ലാം ചളാക്കി തന്നിട്ടുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബണ്ണും തലയിലിട്ടിരിക്കുന്ന ക്രാബും ആദ്യം കൊണ്ടുവന്നാണ്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്ന് കരുതണു. ചുട്ടമല്ലി എന്നാണ് അതിന്റെ ഫസ്റ്റ് വരി. ഇത് പണയം വെച്ചാലോ കൊണ്ടിട്ട് മുടിയിലിടുന്നത് രണ്ടുമൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. കമ്മലി പറഞ്ഞിങ്ങോട്ട് ഇങ്ങനത്തെ ഇടയില്ല, എന്നാലും കുഴപ്പമില്ല. അവൻ മേടിച്ചു കൊണ്ടുവന്നല്ലേ, നമുക്കത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ അതെന്തായാലും ഇടണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പാതി ടൂറൊക്കെ കഴിഞ്ഞ് വന്നൊരു വ്ളോഗാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന് അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി സംസാരിക്കാൻ എല്ലാവരെയും പ്രിയ യൂട്യൂബറായ രശ്മി രമേശിനെ രശ്മി രമേശ് 2 വാക്ക് പറയാനായി സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ വാക്കുകൾ കേൾക്കാനായി കാതോർത്തിരിക്കുക. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചുണ്ടനൊക്കെ സംസാരിക്കാൻ അറിയോ? ഇതൊക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മണ്ണടിച്ച് പൊട്ടിക്കും. ഇതൊക്കെ ഞാൻ സംസാരിക്കാന്ന് തോന്നാടോ, സംസാരിക്കാൻ തോന്നാ. വീട്ടിൽ നിന്ന് 2 ദിവസം മാറി നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഉണ്ണിക്കൊരു 2 മാസം മാറി നിന്ന മാതിരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പതിവിൽ വ്യത്യസ്തമായിട്ട് ഇത്തിരി കുറച്ചധികം നേരം എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. മറ്റേത് കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പം അവൻ ഫോൺ കളിക്കാനും TV കാണാനായിട്ട് എസ്കേപ്പ് ആവുന്ന ആളാണ്. ഇന്ന് കുറേ നേരം എൻ്റെ അടുത്തിരുന്ന് കൂട്ടം കൂടുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് അച്ചുട്ടന് സ്കൂളിൽ പോകണം തന്നെ ഉണ്ടായിരുന്നില്ല, ഏട്ടന്ന് വരികയല്ലേ. പിന്നെ ഇന്നലെ ഇപ്പം ഫോൺ വിളിച്ചിട്ട്
ഇന്നലെ ഇവ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേനെ അച്ചൂസിനെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് നോക്കട്ടോ. ആ സർപ്രൈസ് ആക്കാൻ നോക്കിയതാ അച്ചു. നിങ്ങള് ഫോണ് സ്പീക്കറിലിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവൻ അമ്മേനെ അച്ചൂട്ടൻ മൈക്ക് മേടിച്ചട്ടോ എന്ന് പറഞ്ഞത് അച്ചൂട്ടൻ എടാ എനിക്ക് മൈക്ക് മേടിച്ചോ താങ്ക്സ് ഇടാക്കെ പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യം എന്ത് കഷ്ടമ്മ ഞാനൊരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി നിങ്ങൾ അതും തളിച്ചു ഒക്കെ പറഞ്ഞാണ്. വന്നിട്ട് പിന്നെ ഒരുപാട് എനിക്ക് ചീത്ത പറഞ്ഞു. അതിനിപ്പോ ലൗഡ് സ്പീക്കർ ആക്കണം എന്നില്ല. ആര് ഫോൺ ചെയ്താലും അച്ചൂസിന്റെ പിന്നാലെ വന്ന് ചെവി ഓർക്കും എന്താ പറയണ ഒക്കെ അറിയണതിന്. അപ്പൊ പിന്നെ നല്ലത് ലൗഡ് സ്പീക്കർ ഇടല്ലേ നോത്തിട്ട് ഞാൻ അങ്ങനെ സ്പീക്കറിൽ ഇടുന്നതാണ്. ഒരുവിധം അമ്മയും അനിയത്തിയും ചേച്ചിയും ഒക്കെ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഓരോരുത്തർ പ്രത്യേകം പറയണ്ടല്ലോ എന്നൊക്കെയാണ് പറഞ്ഞുള്ളത്. നമ്മള് തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസ് ഇല്ല. കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ സപ്പോർട്ട് ചെയ്തവരടുത്ത് എല്ലാവരുടെ ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ്. അപ്പോൾ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ കാണാണ്ടെന്ന് ഇരിക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടിട്ട് നമ്മളെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പറ്റുന്ന മാതിരി വീഡിയോസൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഇടുന്നത്. ഇപ്പോൾ ആദ്യത്തെ ടൂറ് പോയ തിരക്കും പിന്നെ വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൊണ്ട് ഒരു 2-3 ദിവസം പെൻഡിങ് ആയിട്ടുണ്ട് വ്ളോഗൊക്കെ ഇടാനായിട്ട്. ഇനി നാളെ തൊട്ടിട്ട് കറക്റ്റായിട്ട് ഓരോ വ്ളോഗുമായിട്ട് വരണം എന്ന് കരുതിട്ട് നടക്കട്ടെ. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താലും ശരിയാവില്ല, അതിൻ്റെയാണ്. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം ഒരു ലോഡ് തുണിയോട് തിരുമ്പാനും ബാഗ് തിരുമ്പാനും ഒരു കുറേ പരിപാടികളുണ്ട്. ഇതുണ്ടല്ലോ എനിക്കിന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള ഓർഗ ആയിരുന്നു പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് വന്നിട്ടുള്ള 2 പ്ലാന്റുകളാണ് കേട്ടോ. 2ഉം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ അടുക്കളയിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ട് ഈ ഒരു 2 പ്ലാന്റ് വെച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഒരുപാട് പ്ലാന്റ്സ് ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഓർഡർ ആക്കാം. നമ്മൾ എത്ര ദൂരം നിന്ന് ഓർഡർ ആക്കിയാലും ഇവരുടെ പാക്കിംഗ് അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇത് കിട്ടുന്നവരത്തേക്കും പ്ലാന്റ്സിന് ഒരു കേടുപാടും ഉണ്ടാവില്ല. ലീഫ് പോലും ഇളകൂല. മാത്രമല്ല ഇതിൻ്റെ പോട്ടിംഗ് മിശ്രിതം വെറും മണ്ണല്ല, ഈ മരപ്പൊടി മരപ്പൂളും അങ്ങനെയൊക്കെ പാടെ ഒരു വെറൈറ്റി സംഭവമാണ്. അതും കിടുവാണ് കേട്ടോ. അതിന്ന് പോലും ചെടിയൊന്നും ഇളകില്ല. അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയുള്ള ചെടികളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇപ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കമൻറ്റിൽ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കേ. നമ്മളെ കടയിൽ പോയി മേടിച്ചാലും കൂടെ ചെടിക്ക് ചെറിയ ഡാമേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ലീഫൊക്കെ ചിലത് കേടുവന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഈ അടുക്കളയുടെ ജനലിൽ ഇതിങ്ങനെ ഈ ഒരു പോട്ടിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അത്രയും അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു. പ്ലാന്റ്സിൻ്റെ റിവ്യൂ പറച്ചിലെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് ഞാനും അതും കൂടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ. ഞാനും ഉണർന്നപ്പോൾ ഉണ്ടല്ലോ ഉണ്ണീനെ കാണാനില്ല. അപ്പം ഞാൻ കോലായിട്ട് പോയി നോക്കുമ്പോൾ ഓൻ എന്നെ അവിടെ കിടത്തി ഉറക്കിയിട്ട് ഫോണിൽ കളിക്കുകയാണെന്നേ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ പരിപാടിയിലേക്കൊക്കെ കിടക്കുന്നു. അപ്പോഴത്തേക്കും എൻ്റെ അച്ചൂസ് വന്നിട്ടുണ്ടായിരുന്നു. വന്നേം പാട് ഒറ്റയ്ക്ക് ഓടുക ചെയ്തേട്ടോ, വേറെ ഒന്നിനല്ല, അവൻ്റെ മൈക്ക് എടുത്തു കൊണ്ടാനായിട്ടാണ്. ഇന്നിപ്പോൾ ചായക്ക് പാലുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഒരു പാക്കറ്റ് പാലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ കുറച്ച് മിച്ചറും അതുപോലെ ഒരു 50-50 ബിസ്ക്കറ്റ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചാണ് ഇന്ന് വൈകുന്നേരത്തെ ചായ പരിപാടി കഴിച്ചത്. ഹലോ ഹലോ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് അപ്പുറത്ത് വല്യമ്മോളോടത്തൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വല്യമ്മയൊക്കെ വിളിക്കുകയാണ് മൂപ്പര്. എൻ്റെ അടുത്ത് പറയണം അമ്മ ഒരുപാട് സ്വീറ്റ്സ് ബോക്സ് ഒക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ച് പോരാനായപ്പോഴത്തേക്കും കണക്ക് കൂട്ടിയപ്പോൾ കയ്യിൽ ഒരുപാട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടുപോയതെല്ലാം അവിടെ തന്നെ ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ബോക്സ് വാങ്ങിച്ചു തന്നിട്ടാ. ഞാൻ അവിടുന്ന് വിളിച്ചപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഓരോന്നും മേടിക്കുമ്പോഴത്തേക്കും തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോരാനുള്ള ബസ്സിൻ്റെ പൈസ കയ്യിൽ കരുതിയേക്കണേ എന്നുള്ള കാര്യം. വൈകിട്ട് ചായ ഉണ്ടാക്കി പോലുള്ള ചായ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചായയും കൂടെ വെക്കണം കേട്ടോ. അതുപോലെ ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് എന്താ പറയുക ചോറല്ല ഉപ്മാവാക്കാമെന്ന് കരുതി. എന്താ വെച്ചാൽ ഉച്ചമ്മയ്ക്ക് ഇംഗ്ലീഷ് ചീര പരിപ്പിട്ട് വെച്ചാണ്, അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു കറി ആക്കണം, അതിലേക്കൊരു കൂട്ടുണ്ടാക്കണം. അപ്പോൾ അതൊക്കെ റിസ്ക് അല്ലേ. അപ്പുറത്ത് നിന്ന് ഉപ്മാവാക്കാന്ന് ഉണ്ണിയോളടുത്ത് ചോദിച്ചപ്പോൾ അവരും ഓക്കെയാണ്. അപ്പോൾ ഏട്ടനും വന്ന് അങ്ങനെ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് സൂചി ഗോതമ്പ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണ് വൈകുന്നേരത്തേക്കും വേണ്ടിയിട്ടാ. പിന്നെ അപ്പോഴും ഓരോ ഗ്ലാസ് കട്ടൻ ചായ ആക്കാമെന്ന് കരുതി. അതുപോലെ ഉണ്ടല്ലോ നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത വ്ളോഗ് കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ശ്രുതി എന്നാണ് അവളുടെ പേര്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. 10ാം ക്ലാസ് വരെ ഞങ്ങളൊപ്പം പഠിച്ചതാണ് കേട്ടോ. ഞാനിങ്ങനെ ഓർക്കി കുഞ്ഞുനാളിലൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ വേറെ കുട്ടികളായിരിക്കും ഇവരാണ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുക. പക്ഷെ പോകെ പോകെ വർഷങ്ങൾക്കപ്പുറമാണ് സത്യം പറഞ്ഞാൽ ആരായിരുന്നു നമ്മുടെ ബെസ്റ്റ്, ആരായിരുന്നു നമ്മുടെ ഫേവറേറ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഫോൺ വിളിക്കുകയും കാണുകയും മെസ്സേജ് ചെയ്യുകയും ഒന്നും വേണ്ട. വല്ലപ്പോഴും ഉള്ള ഒരു വോയിസും വല്ലപ്പോഴും ഉള്ളൊരു കോളും മാത്രം മതി ചിലവർക്ക് നമ്മളെത്ര പ്രിയരായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ഒരു മുതലാണ് എൻ്റെ ശ്രുതി ട്ടാ. എന്നും ഈ പറഞ്ഞ കൂട്ട് ഞങ്ങൾ ഒത്തിരി അങ്ങ് വിളിക്കുകയും പറയുമൊന്നുമില്ലെങ്കിലും ആ ഒരു റിലേഷൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. ഞാനും അവളുമായിട്ട് ഒരു ബ്രേക്കപ്പ് വന്നിട്ടില്ല. എന്താ പറയുക, എപ്പോഴെങ്കിലുമൊക്കെ ഒരു കോള്, ഒരു മെസ്സേജ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇടയിൽ എങ്ങനെ വെച്ചിട്ട് എൻ്റെ ഒരു എൻ്റെ ഫോൺ നമ്പർ മാറ്റിയൊരു സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒന്ന് കട്ടായിരുന്നു. പക്ഷെ മൂപ്പത്തിയേരെ എന്നെ കണ്ടുപിടിച്ചു. അന്ന് ഇൻസ്റ്റാഗ്രാം അല്ല ടിക്ടോക്കാ തോന്നുന്നു. ആ ഒരു സമയത്ത് അതിൽ മെസ്സേജ് ചെയ്ത് ഫോൺ നമ്പറൊക്കെ വീണ്ടും കൈമാറി അങ്ങനെയൊക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് റിലേഷനും എത്ര കാലം കഴിഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ അത് രണ്ടുപേരും വേണമെന്ന് തീരുമാനിക്കണം. അങ്ങനെ ഒരാളാണ് അവൾ. അപ്പോൾ അവൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടേ, അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു പോക്കറ്റ് മണി ആദിക്ക് കൊടുത്തത് അമ്മമ്മയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് എനിക്ക് തന്നേക്കൂടെ പൂജ്യങ്ങൾ കൂട്ടി ഞാൻ തിരികെ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. അവൾ വിട്ട വോയിസ് ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെയും കേട്ടു എന്താ അവൾക്ക് ഇപ്പോൾ എത്ര ഫീൽ ചെയ്തെന്ന്. അവൾ കുറേ വട്ടം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അവൾ എടീ ഉണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ മനസ്സ് തട്ടി. നീ വിഷമിക്കല്ലേ, ഉണ്ണിയോട് വലുതായി കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ കഷ്ടകാലവും കഷ്ടപ്പാടും ഒക്കെ മാറും കേട്ടോ. അമ്മമാർ നിന്നെ നന്നായിട്ട് നോക്കുകൂടി, അതെനിക്ക് ഉറപ്പാണ്. ഏട്ടനൊക്കെ വീഡിയോ കാണാറുണ്ട്, എല്ലാവരും പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം, നീ എന്തിനാ അങ്ങനെയൊക്കെ വിഷമിക്കണേ, അതൊക്കെ നമ്മൾ സാധാരണക്കാരുടെ ലൈഫാകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ, തട്ടിയും മുട്ടിയൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ അതന്നെയാണ്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്കെന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു വിഷമമായി. അവൾ കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കൂടുതലുള്ള ആളാണ്, പ്രത്യേകിച്ച് അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ ഒരുപാട് അവൾ ആദ്യയെ പറ്റി സംസാരിച്ചു. എനിക്ക് ആദ്യം ഒത്തിരി ഇഷ്ടമാണ്, അവൻ നല്ല കുട്ടിയാണ്, മിടുക്കനാവും അവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ നാക്ക് പൊന്നാവട്ടെ, അവൻ മിടുക്കനാവട്ടെ, നല്ല കുട്ടിയാവട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ആദിത്യൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ശ്രുതി ആൻറ്റി നിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ ആ വോയിസൊക്കെ കേൾപ്പിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കെങ്കിലും തോന്നിയല്ലോ എന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് പുകഴ്ത്താനായിട്ട്. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് അന്വേഷിച്ചെന്ന് പറയാനും എനിക്ക് ഒത്തിരി സ്നേഹം എന്ന് പറയാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തേക്കണേ.